നമ്പർ കണ്ടു, ക്ലോഡിക് കണ്ടു, ബേണിംഗ് ഡേയ്സ് കണ്ടു. ക്ലോഡിക്കാണ്. ക്ലോഡിക്കിൻ്റെ അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു അധിനിവേശമാണ്. യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിൽ അവിടുത്തെ ഒരു വീട്, ആ വീട്ടിൽ അവർ വന്ന് പട്ടാളക്കാർ വന്ന് കൈയടക്കുന്നു. അതിനുശേഷം അവിടെ അവിടുത്തെ സ്ത്രീ ഗൃഹനാഥ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക പീഡനവും അവരുടെ ഭർത്താവിന് അവസാനം പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയാണ്. ഇത് പ്രഗ്നൻസി തൊട്ട് ആ പ്രസവിക്കുന്നത് വരെ അവിടെ ആ പട്ടാളക്കാരുടെ ചുറ്റും പട്ടാളക്കാരാണ്. അത്രയും അതിഭീകരമായ സംഘർഷാവസ്ഥയിൽ ഒരു മുറി, അത് ബോംബ് ആക്രമണത്തിൽ തകർന്ന വീടാണ്, അതിൻ്റെ ഭാഗം തകർന്നതാണ്. അപ്പോൾ അതിനുള്ളിലാണ് അവർ കഴിയുന്നത്. അവരുടെ ഭർത്താവുണ്ട്. അവസാനം ഈ പട്ടാളക്കാർ വന്ന് പല സമയത്ത് അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ പറയും ഇവരോട്. അപ്പോൾ ആ വയ്യാത്ത ഈ അവസ്ഥയിലും അത് നടന്നവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു. അവസാനം അവരുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വരുമാനം, അവരുടെ പശുവിൻ്റെ പാല്. അവസാനം പട്ടാളക്കാർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് വിശക്കുന്നു, അത് ഈ പശുവിനെ കൊന്നു കൊടുക്കാൻ പറയും. അങ്ങനെ പശുവിൻ്റെ ഇറച്ചി അവർക്ക് കൊടുക്കും. അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പശുവും കോഴിയും ഒക്കെ പട്ടാളക്കാരുടെ ഭക്ഷണമായി മാറുകയും അവസാനം പട്ടാളക്കാർ വന്നിട്ട് ഇവരുടെ ഭർത്താവിനെ വെടിവെച്ചു കൊല്ലുകയും അവസാനം ഇവരൊറ്റയ്ക്കാകുകയും ആ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒറ്റയ്ക്കാകുകയും കുറേ ദിവസം ഇങ്ങനെ അതിനെ കഴിഞ്ഞിട്ട് അവസാനം അവർ പ്രസവിക്കുകയാണ്, സ്വന്തമായി പ്രസവിക്കുന്നു. പ്രസവിച്ച് സ്വന്തമായ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ച നടിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച സ്ത്രീക്കായിരിക്കും. കാരണം അതിനുശേഷം ആ സ്ത്രീ വന്ന് നമ്മളോട് സമ്മതിച്ചിരുന്നു അവർക്ക് അഭിനയിക്കാനുണ്ടായ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി പറഞ്ഞു. അപ്പോൾ ക്ലോഡിക് എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു അവാർഡ് ആ സിനിമയ്ക്ക് ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് കണ്ടതിൽ മികച്ചതായിട്ട് തോന്നുന്നത്. കണ്ടതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ സിനിമ ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും നമ്മൾ സാധാരണ OTT വഴിയോ അല്ലെങ്കിൽ TV വഴിയോ ഒക്കെ ഉള്ളൂ കാണുന്നത്. ഇത്രയും ഒരു ബിഗ് സ്ക്രീനിൽ കൂടി ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പടം കാണാൻ കഴിഞ്ഞത് വളരെയധികം ഇതുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ആകുമ്പോൾ അതിലും വളരെയേറെ ഇത് IFFK എന്ന് വെച്ച് പുലർത്തിയിരുന്ന ധാരണകളുടെയൊക്കെ പൊളിച്ചെടുത്തലാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് സാക്ഷ്യമാകുന്നത്. നമ്മൾ കുറച്ച് വേണ്ടാത്ത ചിന്തകളൊക്കെ നിരത്തി വെച്ചിരുന്നു IFFK എന്ന് കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ അതൊന്നും അല്ല ഇന്ന് നമുക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്.